മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ ഉറ്റവരെ നഷ്ടപ്പെട്ട എസ് ശ്രുതി അല്പസമയത്തിനകം സർക്കാർ ജോലിയിൽ പ്രവേശിക്കും. വയനാട് കളക്ട്രേറ്റിൽ റവന്യൂ വകുപ്പിൽ ക്ലർക്കായിട്ടാണ് ശ്രുതി ചുമതലയേൽക്കുക. ശ്രുതി ഇപ്പോൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം വയനാട് കളക്ട്രേറ്റിൽ എത്തി ശ്രുതി ഈ ജോലിയിൽ പ്രവേശിക്കാൻ പോവുകയാണ്. ശ്രുജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ശ്രുജിത്ത്, അപ്പോൾ ശ്രുതി ജോലിയിൽ പ്രവേശിക്കാൻ വരികയാണ്. ആ ദൃശ്യങ്ങളിലേക്കാണ്. ശ്രുതി വയനാട് കളക്ട്രേറ്റിലേക്കാണ് എത്തുന്നത്. കൽപ്പറ്റയിലാണ് ഈ കളക്ട്രേറ്റ്. ശ്രുതി കളക്ട്രേറ്റിലേക്ക് എത്തുന്നുണ്ട് ജോലിയിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ പ്രതിസന്ധികളെ മറികടന്ന അതിജീവനത്തിൻ്റെ പാതയിലാണ് ശ്രുതി. രാവിലെ മാധ്യമങ്ങളോടും സംസാരിച്ചിരുന്നു. പ്രതിസന്ധികളെ മറികടന്ന് മുന്നോട്ട് പോകുമെന്നാണ് ശ്രുതി പറഞ്ഞത്. ഇപ്പോൾ ശ്രുതി കളക്ട്രേറ്റിൽ എത്തിയിരിക്കുകയാണ്. ശ്രുതിക്കൊപ്പം ജില്ലയിലെ LDF നേതാക്കളുണ്ട്. LDFിൻ്റെ ജില്ലാ കൺവീനർ CK ശശീന്ദ്രനുണ്ട്. അങ്ങനെ നേതാക്കൾ കൂടി ശ്രുതിക്കൊപ്പം ഇപ്പോൾ ഉണ്ട്. ശ്രുതി വയനാട് കളക്ട്രേറ്റിലേക്ക് എത്തുകയാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ ഉറ്റവരെയൊക്കെ നഷ്ടപ്പെട്ടതാണ് ശ്രുതിക്ക്. ശ്രുതി അങ്ങനെ കേരളത്തിൻ്റെ വേദനയായി മാറിയതാണ്. പക്ഷേ പ്രതിസന്ധികളെയൊക്കെ ശ്രുതി ഇപ്പോൾ മറികടക്കുകയാണ്. അങ്ങനെ പുതിയ തുടക്കം, അതിജീവനം. ശ്രുതി ഇപ്പോൾ കളക്ട്രേറ്റിൽ എത്തിയിരിക്കുന്നു. ഇനിയും ജോലിയിൽ പ്രവേശിക്കുകയാണ്. റവന്യൂ വകുപ്പിൽ ക്ലർക്കായിട്ടാണ് ശ്രുതി ജോലിയിൽ പ്രവേശിക്കുന്നത്. ശ്രുജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട്. ശ്രുജിത്ത്, അതിജീവനത്തിന്റെ കാഴ്ച, വിവരങ്ങൾ എന്തൊക്കെ? തീർച്ചയായും ഒരു ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ അതിജീവനത്തിന്റെ മുഖം തന്നെയാണ് ശ്രുതി എന്ന് പറയുന്ന പെൺകുട്ടി. അതായത് അച്ഛൻ, അമ്മ, സഹോദരി എന്നിവരെ നഷ്ടപ്പെട്ടു. അതോടൊപ്പം തന്നെ ജീവിത പങ്കാളിയായി തെരഞ്ഞെടുക്കാൻ നിശ്ചയിച്ചിരുന്ന ജെൻസനെയും അപകടം കവർന്നു. അപകടത്തിൽ ശ്രുതിക്ക് കാര്യമായി പരിക്കേറ്റു. അത്തരത്തിൽ വലിയ ദുരന്തം, സമാനതകളില്ലാത്ത ദുരന്തം നേരിട്ട പെൺകുട്ടിയാണ് ശ്രുതി. ആ ശ്രുതിയെ സർക്കാർ ചേർത്ത് പിടിക്കുന്നു. സർക്കാർ ജോലി നൽകുന്നു. റവന്യൂ വകുപ്പിലാണ് ശ്രുതിക്ക് ജോലി നൽകുന്നത്. ഇന്ന് രാവിലെ തന്നെ ശ്രുതിയുടെ പ്രതികരണം വന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഏറെ സന്തോഷമുണ്ട് ഈ ചേർത്തുപിടിക്കലിന്, സർക്കാരിന് ചേർത്തുപിടിക്കലിനെന്ന് ശ്രുതി പറയുകയുണ്ടായി. ഒപ്പം തന്നെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ, TCTK MLA അടക്കമുള്ള ജനപ്രതിനിധികളെ അടക്കം അവരോടൊക്കെ നന്ദി പറയുന്നത് നമ്മൾ കണ്ടതാണ്. ഇന്ന് രാവിലെ അല്പസമയം മുമ്പ് ഈ കളക്ട്രേറ്റിന് മുമ്പിലേക്ക് എത്തി. അത് CPI ജില്ലാ സെക്രട്ടറി EJ ബാബുവിനൊപ്പമാണ് ശ്രുതി എത്തിയത്. ഇവിടെ LDF നേതാക്കൾ, LDFിന്റെ സംസ്ഥാന സമിതി അംഗം കൂടിയായിട്ടുള്ള CK ശശീന്ദ്രൻ, ഒപ്പം തന്നെ CPIഎമ്മിന്റെ ഇവിടുത്തെ കൽപ്പറ്റയിലെ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള ഹാരിസ് ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ശ്രുതി ADM K ദേവകിക്ക് മുമ്പാകെയാണ് സൈൻ ചെയ്തുകൊണ്ട്, ഒപ്പിട്ടുകൊണ്ട് ഈ ജോലിയിൽ പ്രവേശിക്കുന്നത്. അതാണ് നമുക്ക് കാണാൻ കഴിയുന്നതിന്റെ നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇവിടെ ഉദ്യോഗസ്ഥരും എല്ലാവരും ഇവിടെ തന്നെയുണ്ട്. ഇവിടെ ADMന്റെ മുറിയിലാണ് ഇപ്പോൾ അവർ ഉള്ളത്. അവർ ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഒപ്പിട്ടുകൊണ്ട് സർവീസിൽ പ്രവേശിക്കും. റവന്യൂ വകുപ്പിലാണ് ശ്രുതിക്ക് ജോലി നൽകിയിട്ടുള്ളത്. നമുക്കറിയാം, ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് അമ്മ സബിത, അച്ഛൻ ശിവണ്ണ, സഹോദരി ശ്രേയ എന്നിവരെ നഷ്ടപ്പെട്ട ആളാണ് ശ്രുതി. അതോടൊപ്പം തന്നെ ജെൻസൺ എന്ന് പറയുന്ന നേരത്തെ ജീവിത പങ്കാളിയാക്കാൻ നിശ്ചയിച്ചിരുന്ന ജെൻസനെ വാഹനാപകടത്തിന്റെ രൂപത്തിൽ അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടു. അതോടൊപ്പം തന്നെ ഈ അപകടത്തിൽ ശ്രുതിക്ക് കാര്യമായി പരിക്കേറ്റു. അത്തരം വല്ലാത്ത അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിക്ക് സർക്കാർ ജോലി നൽകുമെന്ന് മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ റവന്യൂ മന്ത്രിയും നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതായിരുന്നു. ആ പ്രഖ്യാപനമാണ് ഇന്ന് പ്രാവർത്തികമാക്കുന്നത്. റവന്യൂ വകുപ്പിൽ ശ്രുതിക്ക് ജോലി നൽകുന്ന ഒരു നിലയിലേക്ക് സർക്കാർ എത്തി. ശ്രുതി ഇന്ന് രാവിലെ പോലും വ്യക്തമാക്കിയ കാര്യം, ഈ സർക്കാരിന് നന്ദി പറയുന്നു. കാരണം ഇത് വലിയ ചേർത്തുപിടിക്കലാണ്. എല്ലാവർക്കും അതിജീവനത്തിന് കരുത്തുണ്ടാകുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറണം എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. വലിയ സന്തോഷം പ്രകടിപ്പിച്ചു. ഇവിടുത്തെ ജനപ്രതിനിധികൾക്കും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്ന നിലയിലേക്ക് അങ്ങനെയാണ് ശ്രുതി ഇന്ന് രാവിലെ പ്രതികരിച്ചത്. എന്തായാലും ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ശ്രുതി സർവീസിലേക്ക് പ്രവേശിക്കുകയാണ്. കളക്ടറേറ്റിലെ ADMന്റെ മുറിയിൽ ADM K ദേവകി ഇവിടെയുണ്ട്. അവർക്ക് മുമ്പാകെയാണ് ഒപ്പിട്ടുകൊണ്ട് ശ്രുതി സർവീസിന്റെ ഭാഗമാകുന്നത്. ആ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സുജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ശ്രുതി വയനാട് കളക്ട്രേറ്റിൽ കൽപ്പറ്റയിൽ എത്തിയപ്പോൾ റവന്യൂ വകുപ്പിൽ ക്ലർക്കായി ജോലിയിൽ പ്രവേശിക്കുകയാണ്. നേരത്തെ സർക്കാർ ഉറപ്പ് നൽകിയതാണ് ശ്രുതിക്ക് ജോലി നൽകും എന്നുള്ളത്. ആ ഉറപ്പ് സർക്കാർ പാലിച്ചതിൽ നന്ദി എന്ന് ശ്രുതി രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രതികരിച്ചിരുന്നു. ഇപ്പോൾ കളക്ട്രേറ്റിലെത്തി ജോലിയിൽ പ്രവേശിക്കുകയാണ്. LDFിൻ്റെ ജില്ലാ നേതാക്കൾ ശ്രുതിക്കൊപ്പമുണ്ട്. LDFിൻ്റെ ജില്ലാ കൺവീനർ CK ശശീന്ദ്രനുണ്ട്. CPIയുടെ ജില്ലാ സെക്രട്ടറി EJ ബാബു ഉണ്ട്. നേതാക്കൾക്കൊപ്പമാണ് ശ്രുതി എത്തിയത്. അതിജീവനത്തിൻ്റെ മുഖമായി ശ്രുതി മാറുകയാണ്.
സുർജിത്ത് അയ്യപ്പൻ തുടരുന്നുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി. സുർജിത്ത്, അങ്ങനെ ശ്രുതി ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോഴും പറഞ്ഞിരുന്നു പ്രതിസന്ധികളെ മറികടന്ന് മുന്നോട്ട് പോകേണ്ടതുണ്ടല്ലോ എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് ശ്രുതിയുടെ അതിജീവന യാത്ര. ഉന്മേഷ് താങ്കൾ പറഞ്ഞ പോലെ അതിജീവനത്തിന്റെ യാത്രയാണ് ഇനി എന്നുള്ളത് ശ്രുതി തീർത്തു പറഞ്ഞിട്ടുണ്ട്. കാരണം താൻ സന്തോഷവതിയായിരിക്കണമെന്നാണ് ഏവരും ആഗ്രഹിച്ചത്. തന്റെ മാതാപിതാക്കൾ ആഗ്രഹിച്ചത്, ബന്ധുക്കൾ ആഗ്രഹിച്ചത്, ജെൻസൺ ആഗ്രഹിച്ചത്. അങ്ങനെ അത് തന്നെയാണ് ശ്രുതി ആവർത്തിച്ചത്. അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ശ്രുതി പറയുന്നതും. അങ്ങനെ മുന്നോട്ട് പോകാനുള്ള കരുത്തു പകരുന്ന ഒന്നായി സർക്കാരിന്റെ ഈ തീരുമാനം എന്നുള്ളതാണ് ശ്രുതി പറഞ്ഞത്. ആ കരുത്തു പകരുന്ന ആ തീരുമാനം സർക്കാർ എടുത്തിരിക്കുന്നു. സർക്കാർ ആ വാക്ക് പാലിച്ചിരിക്കുന്നു. ശ്രുതിക്ക് ജോലി നൽകുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു. ഇക്കാര്യത്തിൽ റവന്യൂ മന്ത്രിയും അതോടൊപ്പം മുഖ്യമന്ത്രിയും ഇവിടുത്തെ സുർജിത്ത്, ഇപ്പോൾ ശ്രുതി സംസാരിക്കുന്നുണ്ടല്ലോ ഫോണിൽ, റവന്യൂ മന്ത്രിയുമായിട്ടാണോ? സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി തുടരുന്നുണ്ട്. സുർജിത്ത്, റവന്യൂ മന്ത്രിയോടാണെന്ന് തോന്നുന്നു അല്ലേ ശ്രുതി ഇപ്പോൾ സംസാരിച്ചത്? തീർച്ചയായും റവന്യൂ മന്ത്രിയുമായാണ് സംസാരിച്ചത്. റവന്യൂ മന്ത്രി ഫോണിൽ വിളിച്ചു, വിവരങ്ങൾ അന്വേഷിച്ചു. അതാണ് നമ്മൾ അല്പസമയം മുമ്പ് കേട്ടത്. റവന്യൂ മന്ത്രിയുമായാണ് ശ്രുതി സംസാരിച്ചത്. എന്തായാലും ഇവിടേക്ക് കളക്ടറേറ്റിലെത്തിയപ്പോൾ ജോയിൻ ചെയ്യുന്ന നടപടിക്രമങ്ങൾ അതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ADM കെ ദേവയ്ക്ക് മുമ്പാകെയാണ് ഇപ്പോൾ ആ രേഖകളിൽ ഒപ്പിട്ടുകൊണ്ട് ജോയിൻ ചെയ്യുന്നു ഈ സർവീസിൽ. കേരള സർക്കാർ സർവീസിന്റെ ഭാഗമാകുന്നു ശ്രുതി. ആ കാഴ്ചയാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടെയുണ്ട്. മാത്രമല്ല LDFന്റെ നേതാക്കൾ, CPI ജില്ലാ സെക്രട്ടറി EJ ബാബു, CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ MLA-യുമായ PK ശശീന്ദ്രൻ, ഒപ്പം ഇവിടുത്തെ CPMന്റെ ഏരിയ സെക്രട്ടറി ഹാരിസ്, അതോടൊപ്പം DYFയുടെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള ഫ്രാൻസിസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെയുണ്ട്. എല്ലാവരോടും സന്തോഷം പ്രകടിപ്പിക്കുന്നു. നിറഞ്ഞ ചിരിയോടെ ശ്രുതി സർവീസിന്റെ ഭാഗമാകുന്നു. അതിൽ വലിയ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. എന്തായാലും കെ ദേവകി മുമ്പാകെ, ഇവിടുത്തെ ADM ആണ്, അവർക്ക് മുമ്പാകെ സർവീസിന്റെ ഭാഗമായിരിക്കുന്നു ശ്രുതി എന്നുള്ളതാണ്. ആ കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ശ്രുതി അങ്ങനെ റവന്യൂ സർവീസിൽ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു.